എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. കേരള PSC പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 3 പോസ്റ്റുകൾ ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ് ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 3, 2025 ആണ്. ആദ്യത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആണ്. കാറ്റഗറി നമ്പർ 273/2025. ഡിപ്പാർട്ട്മെന്റ് കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്. നെയിം ഓഫ് പോസ്റ്റ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2. സ്കെയിൽ ഓഫ് പേ 27,900 മുതൽ 63,700 വരെയാണ്. ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. പിന്നെ ഏജ് ലിമിറ്റ് 18 മുതൽ 36 വയസ്സ് വരെയാണ്. 2/1/1989 1/1/2007 ഇടയ്ക്ക് ജനിച്ചവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഈ 2 ഡേറ്റും ഇൻക്ലൂഡഡ് ആണ്. SC ST OBC കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. Qualification: pass in SSLC or equivalent. Examination recognized by the Government of Kerala. Lower grade certificate in typewriting English, KGT and computer word processing or its equivalent. Okay, 2002 ജനുവരിക്ക് മുമ്പ് KGT ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർ സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിൽ നേടിയിരിക്കണം, അതിൻ്റെ ഇക്വാലൻ്റ് നേടിയിരിക്കണം. പിന്നെ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് Lower grade certificate in typewriting Malayalam, KGT or its equivalent. Lower grade certificate in shorthand English, KGT or its equivalent. Lower grade certificate in shorthand Malayalam, KGT or its equivalent. ഓക്കെ, ഇതാണ് വരുന്നത്. പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ആ ഒരു ഇതിനനുസരിച്ചിട്ടാണ് വരുന്നത്. അതായത് ഖാദി ബോർഡിൻ്റെ അവരുടെ റൂളിനനുസരിച്ചിട്ടാണ് വരുന്നത്. അടുത്തൊരു നോട്ടിഫിക്കേഷൻ കൂടിയുണ്ട്, അതുകൂടി നോക്കാം, ജസ്റ്റ് നോക്കാം. അടുത്തതെന്ന് പറയുന്നത് അടുത്ത പോസ്റ്റ് സ്റ്റെനോഗ്രാഫറാണ്. കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. കാറ്റഗറി നമ്പർ 282/2025. ഇതിൻ്റെയും ആപ്ലിക്കേഷൻ ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 3/10/2025 ആണ്. 19,000 മുതൽ 43,600 വരെയാണ് സ്കെയിൽ ഓഫ് പേ. നമ്പർ ഓഫ് വേക്കൻസി 1 വരുന്നത്. ഏജ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെ. നേരത്തെ പറഞ്ഞ അതേ നോട്ടിഫിക്കേഷനിലുള്ള ടൈം പീരീഡ് ആണ്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ്. ക്വാളിഫിക്കേഷൻ +2 or its equivalent. ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് മലയാളം ആൻഡ് ഇംഗ്ലീഷ്, KGT വിത്ത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് or its equivalent. ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഷോർട്ട് ആൻഡ് മലയാളം ആൻഡ് ഇംഗ്ലീഷ്, KGT or its equivalent. ഓക്കെ, 2002 മുന്നേ ഈ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർ സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അടുത്ത നോട്ടിഫിക്കേഷൻ റിപ്പോർട്ടർ ഗ്രേഡ് 2 ആണ്. അടുത്ത നോട്ടിഫിക്കേഷൻ റിപ്പോർട്ടർ ഗ്രേഡ് 2 മലയാളമാണ്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 3/10/2025 ആണ്. കാറ്റഗറി നമ്പർ 271/2025. ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് കേരള പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഹെഡ് കോൺസ്റ്റബിൾ ജനറൽ എക്സിക്യൂട്ടീവ് ഫോഴ്സ് ആണ്. സ്കെയിൽ ഓഫ് പേ 39,300 മുതൽ 83,000 വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസി 1 വരുന്നത്. ഏജ് ലിമിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക, 26 വയസ്സ് വരെയുള്ളവർക്ക് മാത്രമേ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് 2/1/1999 പിന്നെ 1/1/2007 ഇടയ്ക്ക് ജനിച്ചവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. പിന്നെ SC ST OBC കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. ക്വാളിഫിക്കേഷൻ മസ്റ്റ് ഹാവ് പാസ്ഡ് SSLC എക്സാമിനേഷൻ, must have passed technical examination in Malayalam short and lower grade conducted by the Government of Madras or the Government of Kerala or any other examination declared to be its equivalent. Should pass Malayalam typewriting lower. Those who are appointed as junior reporters in language other than English must have those languages as their mother tongue or acquired proficiency equivalent to SLC standard in those language. Must have മിനിമം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് പ്രിസ്ക്രൈബ്ഡ് ഫോർ റിക്രൂട്ട്മെൻറ്റ് ആസ് കോൺസ്റ്റബിൾ. അതായത് കോൺസ്റ്റബിളിന് വേണ്ട ആ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് വേണം. പിന്നെ വരുന്നത് ഷോർട്ട് ആൻഡ് ഹയർ വിൽ ബി കമ്പൽസറി ക്വാളിഫിക്കേഷൻ ഫോർ പ്രൊമോഷൻ ടു ദ പോസ്റ്റ് ഓഫ് ഷോർട്ട് ആൻഡ് റിപ്പോർട്ടർ ഗ്രേഡ് 1. അതായത് ഇതിൽ നമുക്ക് പ്രൊമോഷൻ വേണമെങ്കിൽ ഷോർട്ട് ഹാൻഡിൻ്റെ ഹയർ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്വാളിഫിക്കേഷനാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ട്രെയിനിങ് ഇവിടെ പറയുന്നുണ്ട്. പോലീസ് റിക്രൂട്ട് സ്കൂൾ ആൻഡ് ട്രെയിനിങ് ഷോർട്ട് ആൻഡ് ലാംഗ്വേജ് ഇതിനൊക്കെയുള്ള ഒരു പ്രൊബേഷൻ പീരീഡ് ഒക്കെ ഉണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്.
ഓക്കെ. അപ്പോൾ ഈ എല്ലാ പോസ്റ്റുകളിലേക്കും ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നവർക്ക് തീർച്ചയായിട്ടും ആപ്ലിക്കേഷൻ കൊടുക്കാം. ലാസ്റ്റ് ഡേറ്റിന് മുന്നേ ആയിട്ട് ആർക്കെങ്കിലും എല്ലാവരും മാക്സിമം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഇനി ആർക്കെങ്കിലും പെയ്ഡ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.